ലോകയിലേക്ക് സ്വാഗതം. വിനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ്. വെറും യുദ്ധമല്ല, അതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നടപടിയാണ്. ട്രംപ് ഇതിനെ വിളിക്കുന്നത് ഇക്കണോമിക് ഡി-ഡേ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ചൈന ഇതിനെ പക്വതയില്ലാത്ത പെരുമാറ്റം, ചൈൽഡിഷ് ബിഹേവിയർ എന്ന് പരിഹസിക്കുന്നത്? ഈ ജിയോ പൊളിറ്റിക്കൽ ഗെയിം എന്താണ് എന്നൊന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇറാനെതിരെ യുദ്ധം കൊണ്ട് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ലെന്ന് തോന്നിയതോടെയാണ് അമേരിക്ക ഇപ്പോൾ ഇത്രയും അപകടകരമായ മറ്റൊരു തലത്തിലേക്ക് കടന്നത്: സാമ്പത്തിക യുദ്ധം. ഇറാനെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും വലിയ പ്ലാനാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. ഇറാന് മാത്രമല്ല, ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഏത് രാജ്യമായാലും, അത് ചൈനയായാലും ശരി, അവർക്ക് കനത്ത സാമ്പത്തിക പിഴയും ഉപരോധവും നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അവരുടെ എണ്ണ വ്യാപാരം, കറൻസി കൈമാറ്റം, ഷിപ്പിംഗ് തുടങ്ങി സകല വഴികളും അടച്ചുപൂട്ടാനാണ് അമേരിക്കയുടെ നീക്കം. ഇത് ഇറാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള ഒരു ഇക്കണോമിക് വാർഫെയർ ആണ്. മിലിറ്ററി രീതികൾ കൊണ്ട് മാത്രം ഇറാനെ കീഴടക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇറാൻ തുടരുന്ന ആണവ പരീക്ഷണങ്ങളും ഇതിന് പ്രധാന കാരണങ്ങളാണ്. 2026 നടന്ന പല നയതന്ത്ര ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് ഇനി ചർച്ചകളില്ല, സാമ്പത്തികമായിട്ട് തകർക്കുക എന്ന നയത്തിലേക്ക് ട്രംപ് മാറിയത്. ഇവിടെയാണ് ചൈനയുടെ റോള് വരുന്നത്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. 2025 കെപ്ലർ ഡേറ്റ പ്രകാരം ഇറാൻ കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ തീരുമാനത്തെ ചൈന ശക്തമായി എതിർക്കുന്നു. ഇത്തരം പ്രഷർ ടാക്ടിക്സ് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ഇത് പക്വതയില്ലാത്ത നീക്കമാണ് എന്നാണ് ചൈനീസ് മന്ത്രാലയം തുറന്നടിച്ചത്. അമേരിക്ക തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് എന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ചൈന കരുതുന്നു. അമേരിക്ക എന്തിനാണ് ഇപ്പോൾ സാങ്ഷൻസ് ഇത്ര ശക്തമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് പിന്നിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ആണ് ഏറ്റവും വലിയ ഫാക്ടർ. ഹോർമുസ് സാധാരണ ഒരു കടൽപാതയല്ല. ഗ്ലോബലി നടക്കുന്ന ഓയിൽ ട്രേഡിന്റെ 1/5 വരെ ഈ ഒരു റൂട്ട് വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇറാൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനു ശേഷം ഹോർമുസിലെ ഷിപ്പിംഗ് വളരെ കാര്യമായിട്ട് തടസ്സപ്പെട്ടു. വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായെങ്കിലും ഷിപ്പിംഗ് നോർമൽ ആക്കാൻ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ മിലിറ്ററി പ്രഷർ മാത്രം ഉപയോഗിച്ചാൽ മതിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നേവൽ പ്രഷർ ഒരു ഭാഗത്ത്, ഇക്കണോമിക് പ്രഷർ മറ്റൊരു ഭാഗത്ത്. ഇതാണ് പുതിയ സ്ട്രാറ്റജി. അമേരിക്കയുടെ ലോജിക്ക് സിമ്പിൾ ആണ്: ഇറാന്റെ ഓയിൽ റവന്യൂ കട്ട് ചെയ്യുക, അതുപോലെ ഇറാന്റെ ഫോറിൻ കറൻസി ഫ്ലോ തടയുക, ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ ഭയപ്പെടുത്തുക, ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് ഞെരുക്കുക. അങ്ങനെ തെഹ്റാനെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇറാൻ പറയുന്നത് ഇത് ഇക്കണോമിക് ടെററിസം ആണ് എന്നാണ്. ഇറാനിയൻ ഫോറിൻ മിനിസ്ട്രി വ്യക്തമാക്കിയത് സാങ്ഷൻസ് കൊണ്ട് ഇറാന്റെ ഇൻഡിപെൻഡൻസ്, ഡിഗ്നിറ്റി, സുവേർണിറ്റി സംരക്ഷിക്കാനുള്ള ഡിറ്റർമിനേഷനിൽ ചെറിയൊരു മാറ്റം പോലും ഉണ്ടാകില്ല എന്നാണ്. അതിനാൽ തെഹ്റാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. ഇവിടെയാണ് ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്: സാങ്ഷൻസ് ഇറാനെ ശരിക്കും തകർക്കുമോ എന്നുള്ളത്. ഇറാൻ ഏകദേശം 5 പതിറ്റാണ്ടായിട്ട് ഈ പറയുന്ന ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് US ഇറാൻ ഇക്കണോമിക് പ്രഷർ വലിയ രീതിയിൽ തുടങ്ങിയത്. ഇന്നും ഇറാന്റെ ബാങ്കിങ്, എനർജി, ഏവിയേഷൻ, ഫിനാൻസ്, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ സെക്ടേഴ്സിൽ ആയിരക്കണക്കിന് സാങ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇറാൻ പൂർണ്ണമായി തകർന്നിട്ടില്ല. അതുകൊണ്ട് പുതിയ സാങ്ഷൻസ് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും അതുകൊണ്ട് മാത്രം തെഹ്റാൻ സറണ്ടർ ചെയ്യണമെന്ന് ഉറപ്പില്ല. ഇനി ഇന്ത്യയുടെ ആംഗിൾ കൂടി നമുക്ക് ശ്രദ്ധിക്കണം. ഇന്ത്യ ഇറാന്റെ ഒരു വലിയ ഓയിൽ ബയറാണ്, അതായത് വാങ്ങുന്ന രാജ്യമാണ്. സാങ്ഷൻസ് കാരണം ഇന്ത്യ ഇറാൻ ട്രേഡ് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം 2025-26 ഇന്ത്യ ഇറാൻ ട്രേഡ് ഏകദേശം $1.63 ബില്യൺ ആയിട്ട് കുറഞ്ഞിരുന്നു. അതിൽ വലിയ പങ്കും ഹ്യൂമാനിറ്റേറിയൻ ഗുഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ചൈന നേരിടുന്ന അത്രയും ലെവൽ പ്രശ്നങ്ങൾ ഇന്ത്യക്കില്ല എന്നുള്ളതാണ് കാര്യം. എന്നിരുന്നാലും ഗ്ലോബൽ ഓയിൽ പ്രൈസസ് ഉയർന്നാൽ ഇന്ത്യക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഹോർമുസിലെ ഗതാഗത തടസ്സം നീണ്ടാൽ ഷിപ്പിംഗ് കോസ്റ്റ് ഉയരും, ക്രൂഡ് പ്രൈസ് ഉയരും, ഇൻഷുറൻസ് കോസ്റ്റ് കൂടും. അവസാനം അതിന്റെ ഇഫക്റ്റ് പെട്രോൾ, ഡീസൽ, പണപ്പെരുപ്പം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നിവയിലേക്കും എത്താം. അതുകൊണ്ട് ഇറാനെതിരായ അമേരിക്കയുടെ സാങ്ഷൻസിന്റെ കഥ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഇക്കണോമീസിനും ഇതിന്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാകും. അമേരിക്കൻ മിഡ് ടേം ഇലക്ഷന് മുൻപ് ഇന്ധന വില വർധനവ് ട്രംപിന് തന്നെ വലിയ തലവേദനയാണ്. എന്നിട്ടും ഈ റിസ്ക് എടുക്കാൻ ട്രംപ് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇതൊക്കെ കൊണ്ട് ഇനി എല്ലാവരുടെയും കണ്ണ് തെഹ്റാനിലേക്കാൾ കൂടുതൽ ബെയ്ജിംഗിലേക്കാണ്. ട്രംപ് എത്ര കടുത്ത സാങ്ഷൻസ് പ്രഖ്യാപിക്കും എന്നതും അതുപോലെ ചൈന അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നതും അടുത്ത വലിയ ഡെവലപ്മെന്റ് ആണ്. ഇറാനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള അമേരിക്കയുടെ നീക്കം വിജയിച്ചാൽ മിഡിൽ ഈസ്റ്റിന്റെ ബാലൻസ് മാറാം. പക്ഷേ ചൈനയെ അതിലേക്ക് ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ അതേ നീക്കം തന്നെ യുഎസിന് മറ്റൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഫ്രണ്ട് തുറക്കാനും സാധ്യതയുണ്ട്. ഈ ഇക്കണോമിക് ഡേ ഇറാനെ അടിയറവ് പറയിക്കുമോ, അതോ ചൈനയും മറ്റു രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കുമോ? ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒരു വലിയ വിട്ടുവീഴ്ച തന്നെ വേണം. ഇന്ന് ലോകം വലിയൊരു ആശങ്കയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാന ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷകൾ ഉയരുന്ന സമയത്താണ് കീവിനെ നടുക്കിയ ഈ ഒരു മാസീവ് റഷ്യൻ അറ്റാക്ക്. ഒരു രാത്രി മുഴുവൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു, 40-ലേറെ പേർക്ക് പരിക്കേറ്റു. റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ, സ്കൂളുകൾ, കുട്ടികളുടെ ആശുപത്രി, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ പല സ്ഥലങ്ങളും തകർന്നു. പക്ഷേ ഈ അറ്റാക്കിനെ വെറും ഒരു മിസൈൽ സ്ട്രൈക്കായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഈ റഷ്യൻ അറ്റാക്കിന്റെ ആഘാതം റൊമേനിയൻ എയർ സ്പേസിലേക്കും മോൾഡോവൻ ടെറിട്ടറിയിലേക്കും ഒക്കെ എത്തിയിരുന്നു. റൊമേനിയ നേറ്റോ മെമ്പറാണ്. പോളണ്ട് പോലും എയർ ഡിഫൻസ് മെഷേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. അതേസമയം യുക്രൈൻ പറയുന്നത് പേട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, റഷ്യ യുക്രൈനെ മാത്രം അറ്റാക്ക് ചെയ്യുകയാണോ അതോ നേറ്റോയുടെ കിഴക്കൻ അതിർത്തികളുടെ പരിധികൾ പരിശോധിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നിരന്തരമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 17 പേരാണ് കൊല്ലപ്പെട്ടത്, നിരവധി പേർക്ക് പരിക്കേറ്റു. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്. എയർ ഡിഫൻസ് സിസ്റ്റംസ് പലയിടത്തും പരാജയപ്പെട്ടത് യുക്രൈന് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ്. ഇത് അവരുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികളെയാണ് കാണിക്കുന്നത്. ഏറ്റവും ഗൗരവകരമായ കാര്യം, ഈ ആക്രമണങ്ങൾ യുക്രൈനിന്റെ അതിർത്തി കടന്ന് അയൽ രാജ്യങ്ങളായ റൊമേനിയയിലേക്കും മോൾഡോവയിലേക്കും വ്യാപിക്കുന്നു എന്നതാണ്. റൊമേനിയയുടെ തീരപ്രദേശങ്ങളിൽ റഷ്യൻ ഡ്രോണുകൾ എത്തിയതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് നേറ്റോ രാജ്യങ്ങളെയും വലിയൊരു ഭീഷണിയിലാക്കുന്നുണ്ട്. ഇനി മോൾഡോവ നേറ്റോ മെമ്പർ അല്ല, പക്ഷെ അത് യുക്രൈനിന്റെ വെസ്റ്റേൺ ബോർഡറിന് അടുത്താണ്. അതായത് റഷ്യയുടെ ലോങ് റേഞ്ച് സ്ട്രൈക്ക് ക്യാമ്പയിൻ യുക്രൈന്റെ അയൽപക്കങ്ങൾക്കും വലിയ റിസ്ക് തന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് വൻ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് യുക്രൈന്റെ മനോവീര്യം തകർക്കാനുള്ള ഒരു തന്ത്രമാണ്. വെറും സൈനിക ലക്ഷ്യങ്ങളല്ല, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും സാധാരണക്കാരുടെ ജീവിതവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ലഭിക്കുന്ന പിന്തുണയിൽ അസ്വസ്ഥരായ പുടിൻ ഭരണകൂടം കൂടുതൽ കടുപ്പമേറിയ ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനി ഒരു ചോദ്യം ഉയരാം, എന്തുകൊണ്ട് ഈ ഒരു ആക്രമണം ഇത്ര പെട്ടെന്ന് വർദ്ധിച്ചു എന്നുള്ളത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ റഷ്യയ്ക്ക് ആഭ്യന്തരമായി സമ്മർദ്ദമുണ്ട്. കൂടാതെ യുക്രൈന്റെ ആയുധ സംഭരണികൾ പലതും ഇതിനകം തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ റഷ്യ തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കാൻ ഇത്തരം മാസീവ് സ്ട്രൈക്കുകൾ തുടരാനാണ് സാധ്യത. കീവിനെ റഷ്യ അറ്റാക്ക് ചെയ്ത അതേ സമയത്ത് യുക്രൈനും റഷ്യയുടെ ടെറിട്ടറിയിലേക്ക് ഡ്രോൺസ് അയക്കുന്നുണ്ട്. ടാറ്റാർസ്റ്റാൻ, ക്രാസ്നോഡാർ തുടങ്ങിയ റഷ്യൻ റീജിയൻസിൽ ഓയിൽ, എനർജി ഫെസിലിറ്റീസ് അതുപോലെ ഫയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈന്റെ സ്ട്രാറ്റജി ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. റഷ്യയുടെ വാർ മെഷീന്റെ ഫ്യൂവൽ സപ്ലൈനെ ടാർഗറ്റ് ചെയ്യുക. ഓയിൽ റിഫൈനറീസ്, ഫ്യൂവൽ ഡിപ്പോ, മിലിറ്ററി ലോജിസ്റ്റിക്സ്, പോർട്ടുകൾ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഇവയാണ് യുക്രൈനിയൻ ലോങ് റേഞ്ച് ഡ്രോൺ ക്യാമ്പയിനിന്റെ പ്രധാന ടാർഗറ്റുകൾ. അതായത് മോസ്കോ കീവിനെ മിസൈൽ കൊണ്ട് പ്രഷർ ചെയ്യുമ്പോൾ കീവ് മോസ്കോയുടെ എക്കണോമിക് അതുപോലെ തന്നെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ഡ്രോൺ കൊണ്ട് പ്രഷർ ചെയ്യുന്നു. കീവിൽ പതിക്കുന്ന ഓരോ മിസൈലും യുക്രൈന്റെ മാത്രം പ്രശ്നമായി ഇനി കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ആഘാതം റൊമേനിയയിലേക്കും മോൾഡോവയിലേക്കും ബ്ലാക്ക് സീയിലേക്കും എത്തുകയാണ്. പേട്രിയോട്ട് മിസൈലുകൾ കുറയുന്നുണ്ട്. റഷ്യയുടെ മിസൈൽ പ്രൊഡക്ഷൻ തുടരുന്നു. യുക്രൈന്റെ ഡ്രോൺ റിറ്റാലിയേഷൻ ശക്തമാകുന്നു. നേറ്റോ രാജ്യങ്ങൾ അലേർട്ട് ഉയർത്തുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്നു. പക്ഷേ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇതൊക്കെ കൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ വെറുതെ റഷ്യ വേഴ്സസ് യുക്രൈൻ വാർ എന്നതിലപ്പുറം മാറുകയാണ്. ഇത് യൂറോപ്പിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അപകടകരമായ സ്റ്റേജ് ആയിട്ട് മാറുന്നു. ഈ യുദ്ധം എങ്ങോട്ട് പോകും? അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്ന ആക്രമണം വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണ്. ഏതായാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. വരുന്നത് എന്താണ്? ബോംബ് സ്ഫോടനങ്ങൾ, ചാവേർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള എയർ സ്ട്രൈക്കുകളൊക്കെയാണ് അല്ലെ. എന്നാൽ പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലാക്കാൻ ബലൂചിസ്ഥാൻ റെബൽസ് ഇപ്പോൾ ഒരു പുതിയ തന്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. ബോംബുകളില്ല, സ്ഫോടക വസ്തുക്കളില്ല, പകരം ബുൾഡോസറുകളും വലിയ JCBകളും മാത്രം.
വലിയ എക്സ്പ്ലോഷൻസ് നടത്തുന്നതിന് പകരം റോഡുകൾ ബ്ലോക്ക് ചെയ്യുക, പാലങ്ങൾ ഉപയോഗശൂന്യമാക്കുക, പ്രധാന ഹൈവേസ് തടയുക, CPEC ലിങ്ക്ഡ് ആയിട്ടുള്ള റൂട്ടുകളിൽ സപ്ലൈ ചെയിൻ തടസ്സപ്പെടുത്തുക. ഇതാണ് ബലൂചിസ്ഥാൻ റെബൽസ് ഉപയോഗിക്കുന്ന ടാക്ടിക്സ്. അതെ, തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നതിനൊക്കെ പകരം ബുൾഡോസറുകളും വലിയ JCBകളും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ റോഡുകളും പാലങ്ങളും നശിപ്പിക്കുക. ഒറ്റ നോട്ടത്തിൽ ഇത് ലളിതമാണ് എന്ന് തോന്നാം. എന്നാൽ പാകിസ്ഥാൻ സർക്കാരിനും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് നൽകുന്ന പ്രഹരം ചില്ലറയല്ല. ബലൂച്ച് റെബലുകളുടെ ഈ പുതിയ അറ്റാക്ക് സ്ട്രാറ്റജി എന്താണ് പരിശോധിക്കാം. എന്താണ് ഖറാനിൽ സംഭവിച്ചത് എന്ന് ആദ്യം നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബലൂചിസ്ഥാനിലെ ഖറാൻ ജില്ലയിലുള്ള സൊത്കഗാൻ ഏരിയയിലാണ് ഈ അപൂർവ സംഭവം നടന്നിരിക്കുന്നത്. സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു വലിയ പാലം തകർക്കാനും റോഡുകൾ ബ്ലോക്ക് ചെയ്യാനും ഉപയോഗിച്ചത് IED ബോംബുകളല്ല, പകരം അവർ അവിടെ എത്തിച്ച വലിയ ബുൾഡോസറുകളും ഹെവി മെഷീനറികളുമാണ്. ഖറാനെയും കറാച്ചിയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് റൂട്ടുകളിൽ ഒന്നാണിത്. ഈ റോഡിലൂടെയാണ് ബലൂചിസ്ഥാനിലെ സമ്പുഷ്ടമായ മിനറൽസും മറ്റ് വിഭവങ്ങളും പാകിസ്ഥാന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. റോഡും പാലവും തകർന്നതോടെ ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായിട്ട് നിലച്ചു. എന്തുകൊണ്ട് ബോംബുകൾക്ക് പകരം ബുൾഡോസറുകൾ എന്ന് ചോദിച്ചാൽ ഇതൊരു ലോ കോസ്റ്റ് ഹൈ ഇമ്പാക്ട് സ്ട്രാറ്റജിയാണ്. അവരുടെ ലോജിക്ക് സിമ്പിളാണ്. ഒന്നാമതായിട്ട് സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗമില്ല. ഡ്രോൺ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കുകളിലോ പെടാതെ മെഷീനറികൾ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ ഡ്രോൺ അറ്റാക്കിനേക്കാൾ വലിയ കേടുപാടുകൾ വരുത്താൻ സാധിക്കും. ഇനി ലോജിസ്റ്റിക്സ് തടസ്സപ്പെടുത്തലാണ്. പാകിസ്ഥാന് ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ അനായാസം കൊണ്ടുപോകാൻ സാധിക്കില്ല. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായ പദ്ധതികൾക്കും ഇത് വൻ തിരിച്ചടിയാണ്. അടുത്തതായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത സ്വാതന്ത്ര്യവും പാക് സൈന്യത്തിന്റെ അവസ്ഥയും നോക്കുമ്പോൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന വിഘടനവാദി ഗ്രൂപ്പുകളുടെ നേതാവ് മേരിയാർ ബലൂച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചില ഗുരുതരമായ കാര്യങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ബലൂചിസ്ഥാന്റെ പല ഭാഗങ്ങളിലും റോഡ് മാർഗം യാത്ര ചെയ്യാൻ പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സിന് ധൈര്യമില്ല. പകൽ സമയത്ത് പോലും ബലൂച്ച് പ്രദേശങ്ങളിൽ 20 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പാക് പടയ്ക്ക് കഴിയുന്നില്ല. ബലൂചിസ്ഥാന്റെ 85% പ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നും പാക് സൈന്യം ഉടനടി അവിടെ നിന്ന് പിൻവാങ്ങണമെന്നുമാണ് ബലൂച്ച് ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് PICSS പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബലൂചിസ്ഥാനിൽ സംഘർഷം അതിരൂക്ഷമാണ്. സമീപകാലത്ത് നടന്ന വിവിധ ആക്രമണങ്ങളിൽ 62ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു. പകരമായിട്ട് പാക് എയർഫോഴ്സ് സുറാബ് മേഖലയിൽ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടപ്പിലാക്കിയെന്നും ഇതിൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചൈനീസ് പ്രൊജക്ടുകളെ ലക്ഷ്യമിട്ട് ബലൂച്ച് ലിബറേഷൻ ആർമി BLA നിരന്തരം ട്രക്കുകൾക്കും നിർമ്മാണ സാമഗ്രികൾക്കും തീയിടുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തോക്കുകളും വെടിയുണ്ടകളും കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ബലൂച്ച് വിഘടനവാദികൾ പാകിസ്ഥാന്റെ സാമ്പത്തിക ഞരമ്പുകളായ റോഡ് നെറ്റ്വർക്കുകൾ ഇല്ലാതാക്കുകയാണ്. ബോംബുകളില്ലാതെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് പട്ടിണിക്കിടാൻ അവർ കണ്ടെത്തിയ ഈ ബുൾഡോസർ വാർഫെയർ ഏതുവരെ പോകും? പാക് സൈന്യത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? കണ്ടു തന്നെ അറിയണം. ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്ന സ്യൂയസ് കനാലും ചെങ്കടലും വീണ്ടും ആഗോള ശക്തികളുടെ പോരാട്ട ഭൂമിയാവുകയാണ്. ഏറ്റവും പുതിയ പ്രതിരോധ വാർത്തകൾ അനുസരിച്ച് ചൈന തങ്ങളുടെ 49ാമത് നേവൽ എസ്കോർട്ട് ഫ്ലീറ്റ് തന്ത്രപ്രധാനമായ ഏദൻ ഉൾക്കടലിലേക്ക് അയച്ചിരിക്കുന്നു. അതും 700-ലധികം വൻ കമാൻഡോ പടയും അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഷിപ്പുകളും ഒക്കെ ആയിട്ട്. എന്നാൽ ഇതൊരു സാധാരണ പെട്രോളിംഗ് മാത്രമാണോ? അല്ല. കാരണം ഒരു വശത്ത് ചൈന തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നിരത്തുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ സൊമാലിയയുമായി ചേർന്നൊരു പുതിയ ഡിഫൻസ് പാക്ട് ഒപ്പുവെക്കാനുള്ള കടുത്ത നീക്കത്തിലാണ്. എന്താണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ പെട്ടെന്നുള്ള ഹോൺ ഓഫ് ആഫ്രിക്ക നീക്കം? ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? ചൈന സൊമാലിയയ്ക്ക് അടുത്തേക്ക് വാർഷിപ്സ് അയച്ചത് വെറുതെ പൈറേറ്റ്സിനെ തടയാനാണോ? പാകിസ്ഥാൻ എന്തിനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൊമാലിയയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ശക്തമാക്കുന്നത്? പിന്നെ ഇന്ത്യ ഇതിനെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് കാണുന്നത്? പരിശോധിക്കാം. ചൈനയുടെ 49th നേവൽ എസ്കോർട്ട് ഫ്ലീറ്റ് ഓഗസ്റ്റ് 12-ന് സദേൺ ചൈനയിലെ സാനിയയിൽ നിന്ന് പുറപ്പെട്ടു. ഫ്ലീറ്റിൽ 3 പ്രധാന ഷിപ്സ് ആണുള്ളത്. ഒന്ന് കുൻമിങ് ടൈപ്പ് 052D ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, 2 യുയാങ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്, 3 ലുമാഹു കോംപ്രിഹെൻസീവ് സപ്ലൈ ഷിപ്പ്. ഇതിനൊപ്പം 700ഓളം നാവിക സേനാംഗങ്ങളും ഡസൻ കണക്കിന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡോകളും ഒപ്പം 2 നേവൽ ഹെലികോപ്റ്ററുകളും.
ചൈനയുടെ 48ാമത് ഫ്ലീറ്റിന് പകരമാണ് ഈ പുതിയ 49ാമത്തെ ഫ്ലീറ്റ് ദൗത്യം ഏറ്റെടുക്കുന്നത്. സ്വേസ് കനാലിലേക്ക് കടക്കുന്ന തന്ത്രപ്രധാനമായ പാത സംരക്ഷിക്കുക എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഇതോടൊപ്പം തന്നെ ഒരു വലിയ അപ്ഡേറ്റ് നടക്കുന്നുണ്ട്. ഏദൻ ഉൾക്കടലിലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇതിനെ ചെറുക്കാൻ ജിബൂട്ടി കോഡ് ഓഫ് കണ്ടക്ട് ഒപ്പുവച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് ഒരു കമ്പൈൻഡ് DCOC ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. 2008 മുതൽ ചൈന ഈ മേഖലയിൽ പാട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വന്തമായി സുരക്ഷ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് മേഖലയിൽ പുതിയ തരം പവർ ഇക്വേഷനുകൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ചൈനീസ് നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് മൊയാലും ഫിഖിയും ചേർന്ന് സൈനിക കരാറിൽ ഒപ്പുവെച്ചു. എന്താണ് ഈ പാക്റ്റിൽ ഉള്ളത് എന്ന് നോക്കാം. സൊമാലിയൻ സൈന്യത്തിന് ട്രെയിനിങ് നൽകുക, മിലിറ്ററി എക്സ്പെർട്ടൈസ് പങ്കുവയ്ക്കുക, കൗണ്ടർ ടെററിസം ടാക്ടിക്സ് നൽകുക, ആകാശപോരിന് JF-17 തണ്ടർ. റിപ്പോർട്ടുകൾ അനുസരിച്ച് സൊമാലിയയ്ക്ക് പാകിസ്ഥാന്റെ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങൾ വിൽക്കാനും ധാരണയാകുന്നുണ്ട്. ഇത് നടന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ സൊമാലിയയുടെ ഏറ്റവും വലിയ പ്രതിരോധ വാങ്ങലായിട്ട് ഇത് മാറും. ജിബൂട്ടിയിൽ ചൈനയ്ക്ക് നിലവിൽ തന്നെ മിലിറ്ററി ബേസ് ഉണ്ട്. ഇനി പാകിസ്ഥാൻ കൂടി സൊമാലിയൻ തീരത്ത് പിടിമുറുക്കുകയാണെങ്കിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിന് ചെങ്കടലിന്റെ കവാടത്തിൽ സമ്പൂർണ്ണ ആധിപത്യം ലഭിക്കും. അടുത്തത്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇത്രത്തോളം പ്രധാനമാണ് എന്ന് നോക്കണം. ലോക വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്നത് ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. ചൈന തങ്ങളുടെ വ്യാപാര ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന വ്യാജേനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ ആഫ്രിക്കൻ ഡിപ്ലോമസി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഫസ്റ്റ് റെസ്പോണ്ടർ മാരിടൈം സെക്യൂരിറ്റി പദവിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കടൽ കൊള്ളക്കാരെ പേടിച്ചു തുടങ്ങിയ ഈ നേവൽ മിഷനുകൾ ഇന്ന് ആഗോള സൂപ്പർ പവറുകളുടെ ഒരു വലിയ ചെസ് ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ചൈനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും പാകിസ്ഥാന്റെ പുതിയ സൊമാലിയൻ മിലിറ്ററി സൗഹൃദവും ചെങ്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പവർ ബാലൻസ് പൂർണ്ണമായിട്ട് മാറ്റി എഴുതുമോ? അമേരിക്കയും ഇന്ത്യയും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? കണ്ടു തന്നെ അറിയണം. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ന് വീണ്ടും ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായിട്ട് വീണ്ടും സമാധാന ചർച്ചകൾക്ക് തനിക്ക് താല്പര്യമുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഉത്തര കൊറിയയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ദക്ഷിണ കൊറിയയുമായിട്ട് ചേർന്ന് നടത്താറുള്ള വലിയ ആനുവൽ മിലിറ്ററി എക്സസൈസ് പോലും അമേരിക്ക പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി. എന്നാൽ ഈ ചർച്ചാ പ്രഖ്യാപനവും സൗഹൃദ നീക്കവും നടന്ന മണിക്കൂറുകൾക്കകം ഉത്തര കൊറിയ എന്താണ് ചെയ്തത് എന്നറിയാമോ? അതെ, ഒരു മടിയും കൂടാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് 10 ബാലിസ്റ്റിക് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ ജപ്പാന്റെ കടലിലേക്ക് തൊടുത്തുവിട്ടത്. ട്രംപിന്റെ നയതന്ത്ര നീക്കത്തിന് കിം ജോങ് ഉൻ നൽകിയ മറുപടിയാണോ ഇത്? അതോ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢതന്ത്രത്തിന്റെ തുടക്കമാണോ? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ് ഏരിയയിൽ നിന്നാണ് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ ഈ മിസൈൽ ആക്രമണം നടന്നത്. ഏകദേശം 300 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച 10 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ സമുദ്രത്തിലേക്ക് പതിക്കുകയായിരുന്നു. തുടർച്ചയായി 10 മിസൈലുകൾ ഒന്നിച്ച് തൊടുക്കുന്നത് വിരളമാണ്. ഇതിനു പിന്നാലെ ദക്ഷിണ കൊറിയ തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ NCSCയുടെ അടിയന്തര യോഗം വിളിക്കുകയും ജപ്പാനും അമേരിക്കയുമായി ചേർന്ന് ശക്തമായ സുരക്ഷാ നിരീക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിന് തൊട്ടു മുൻപ് വാഷിംഗ്ടണിൽ നിന്നും വലിയൊരു പ്രഖ്യാപനം വന്നിരുന്നു. ദക്ഷിണ കൊറിയയുമായിട്ട് ചേർന്ന് അമേരിക്ക നടത്തുന്ന പതിവ് സൈനിക പരിശീലനമായ ഉൾസി ഫ്രീഡം ഷീൽഡ് വെട്ടിച്ചുരുക്കാൻ ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകി. സാധാരണ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വ്യായാമം കേവലം 5 ദിവസമായിട്ട് വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു. ട്രംപ് വ്യക്തമാക്കിയത്, കിം ജോങ് ഉന്നുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. ഈ സൈനിക പരിശീലനങ്ങൾ ഉത്തര കൊറിയയെ വെറുതെ പ്രകോപിപ്പിക്കും എന്നായിരുന്നു. മാത്രമല്ല, ഈ വർഷം അവസാനം താൻ വീണ്ടും കിം ജോങ് ഉന്നുമായി നേരിട്ട് കാണുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ഈ വിട്ടുവീഴ്ചയെ ഉത്തര കൊറിയ അത്ര ഗൗരവത്തിലെടുത്തില്ല. കിം ജോങ് ഉന്റെ സ്വാധീനമുള്ള സഹോദരി കിം യോ ജോങ് ഇതിനോട് പ്രതികരിച്ചത് വളരെ കടുപ്പമുള്ള വാക്കുകളിലൂടെയാണ്. മിലിറ്ററി ഡ്രില്ലിന്റെ ദിവസങ്ങൾ കുറച്ചതുകൊണ്ട് അമേരിക്കയുടെ പ്രകോപനപരമായ സ്വഭാവം മാറുന്നില്ല എന്നവർ പറഞ്ഞു. അമേരിക്ക കാണിക്കുന്ന ഈ നയതന്ത്ര നാടകങ്ങൾ തങ്ങൾ വകവയ്ക്കില്ല എന്നവർ വ്യക്തമാക്കി. എന്നാൽ അതേസമയം തന്നെ ട്രംപും തങ്ങളുടെ നേതാവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എക്സലന്റ് ആയി തുടരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. അതായത് വ്യക്തിപരമായ സൗഹൃദം വേറെ, രാജ്യത്തിന്റെ പ്രതിരോധ നയം വേറെ എന്ന വ്യക്തമായ മെസ്സേജ്. എന്തുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ഉത്തര കൊറിയ മിസൈലുകൾ അയക്കുന്നത്?
ഒന്ന് ലെവറേജ് കൂട്ടാനാണ്. അതായത് 2018-ലായാലും 19-ലായാലും ഉച്ചകോടികൾ പരാജയപ്പെട്ടത് അമേരിക്കൻ ഉപരോധങ്ങൾ കാരണമാണ്. ഇപ്പോൾ തങ്ങൾക്ക് കൂടുതൽ ആണവായുധ ശേഖരവും റഷ്യയുടെ ശക്തമായ പിന്തുണയും ഉള്ളതിനാൽ വരാനിരിക്കുന്ന ചർച്ചകളിൽ മേൽക്കൈ നേടാനാണ് കിം ആഗ്രഹിക്കുന്നത്. ഇനി നോ കോംപ്രമൈസ്, അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ വിലക്കിയ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നതിലൂടെ തങ്ങൾ ആണവ നയത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്യോങ്യാങ്. അമേരിക്കൻ പ്രസിഡന്റ് എത്രയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്താലും ചർച്ചകൾ നടത്താനും തയ്യാറായാലും തങ്ങളുടെ കയ്യിലെ ന്യൂക്ലിയർ വെപ്പൺസ് പണയം വെച്ചുകൊണ്ട് ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് 10 മിസൈലുകളിലൂടെ ഉത്തര കൊറിയ നൽകിയിരിക്കുന്നത്. ട്രംപും കിം ജോങ് ഉന്നും വീണ്ടും ഒരു മേശയുടെ അറ്റത്തെത്തുമോ? അത് ഏഷ്യയിലെയും ലോകത്തെയും രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിയെഴുതും? കാത്തിരുന്ന് കാണണം. റെഡ് സീയിലും ഗൾഫ് ഓഫ് ഈഡനിലും കടൽ കൊള്ളക്കാരുടെ ഭീഷണി വീണ്ടും രൂക്ഷമാവുകയാണ്. ഏറ്റവും പുതിയ പ്രതിരോധ ഷിപ്പിംഗ് വാർത്തകൾ അനുസരിച്ച് യമന്റെയും സൊമാലിയയുടെയും തീരങ്ങളിൽ വെച്ച് 2 കൂറ്റൻ വ്യാപാര കപ്പലുകൾ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഈ 2 കപ്പലുകളിലുമായിട്ട് 22 ഇന്ത്യൻ ജീവനക്കാരാണ് ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നത്. വെറും 3 ദിവസത്തെ ഇടവേളയിലാണ് ഈ 2 ഹൈജാക്കിംഗ്സും നടന്നത്. ഇതിലൊരു കപ്പലിൽ തുർക്കിഷ് മിലിറ്ററിക്ക് വേണ്ടിയുള്ള മാരകായുധങ്ങളും കമ്മ്യൂണിക്കേഷൻ സാമഗ്രികളുമാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഈ 2 ഹൈജാക്കിങ്ങുകൾക്ക് പിന്നിൽ സംഭവിച്ചത്? ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ നാവികരുടെ അവസ്ഥ എന്താണ്? കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും റിപ്പോർട്ടുകളും പറയുന്നത് എന്തൊക്കെയാണ്? പരിശോധിക്കാം. ആദ്യത്തെ സംഭവം നടന്നത് ഓഗസ്റ്റ് 17-നാണ്. സൊമാലിയയിലെ പുന്ത്ലാൻഡ് തീരത്ത് നിന്ന് കേവലം 3.5 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ വെച്ച് MV ലുറ്റൂഫ് എന്ന കാമറൂൺ ഫ്ലാഗ് ചെയ്ത കാർഗോ കപ്പൽ ആയുധധാരികളായ 8 കൊള്ളക്കാർ ചേർന്ന് തട്ടിയെടുത്തു. ക്രൂവിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മൊത്തം 10 പേരുള്ള ക്രൂവിൽ 6 പേരും ഇന്ത്യക്കാരായിരുന്നു. ബാക്കിയുള്ളവർ ഒരു തുർക്കിഷ് പൗരനുണ്ട്, ഒരു ജോർജിയനുണ്ട്, കൂടാതെ സെക്യൂരിറ്റിക്കായി നിന്ന 2 സെർബിയൻ ഗാർഡുകൾ എന്നിവരാണ്. ഇനി കപ്പലിലുണ്ടായിരുന്ന കാർഗോ പരിശോധിക്കുമ്പോൾ സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിലുള്ള തുർക്കിഷ് മിലിറ്ററി ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആയുധങ്ങളും അത്യാധുനിക സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്ത് ഡാംഗറോയോ ജില്ലയിലെ ഗാർമാൽ തീരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഭവം ഓഗസ്റ്റ് 20-ന് യമൻ തീരത്താണ് നടന്നത്. ഏദൻ ഉൾക്കടലിലെ യമൻ തീരത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് MT സിബു 1 എന്ന എറിത്രിയൻ ഫ്ലാഗ് ചെയ്ത ഓയിൽ പ്രോഡക്ട്സ് ടാങ്കർ 6 സായുധ കൊള്ളക്കാർ തട്ടിയെടുത്തു. ക്രൂവിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതിലുള്ള 20 പേരിൽ 16 പേരും ഇന്ത്യൻ നാവികരാണ്. ബാക്കിയുള്ളവരിൽ ഒരു സിറിയൻ, സുഡാനീസ്, ഇറാഖി പൗരന്മാരുമുണ്ട്. വാർത്ത പുറത്തു വന്നതോടെ കേന്ദ്ര ഗവൺമെന്റും ഷിപ്പിംഗ് മന്ത്രാലയവും അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത്യന്തം ആശ്വാസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ലഭ്യമായ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 22 ഇന്ത്യൻ ജീവനക്കാരും നിലവിൽ സുരക്ഷിതരാണ് എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. കപ്പൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികളോട് അടിയന്തര റിപ്പോർട്ടുകളും ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയുള്ള മിനിറ്റ് ടു മിനിറ്റ് അപ്ഡേറ്റുകളും സമർപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഹൂതി ആക്രമണങ്ങൾ കാരണം ചെങ്കടൽ റെഡ് സീ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ സൊമാലിയൻ പൈറേറ്റുകളും വീണ്ടും സജീവമാവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ മാസത്തിൽ നടന്ന മറ്റൊരു ഹൈജാക്കിങ്ങിൽ പങ്കാളികളായ അതേ കൊള്ളസംഘം തന്നെയാണ് ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ സുരക്ഷ വീണ്ടും വലിയ ചോദ്യചിഹ്നമാവുകയാണ്. ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഏദൻ ഉൾക്കടലിലും ശക്തമായ പാട്രോളിംഗ് നടത്തുന്നുണ്ട് എങ്കിലും തന്ത്രപ്രധാനമായ മേഖലകളിൽ വെച്ചുള്ള ഇത്തരം അക്രമങ്ങൾ ആഗോള വ്യാപാരത്തെയും സാധാരണക്കാരായ നാവികരുടെ ജീവനെയുമാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ബന്ദികളാക്കപ്പെട്ട 22 ഇന്ത്യക്കാരെയും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ നേവിയുടെയും നയതന്ത്രജ്ഞരുടെയും ഇടപെടലിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.